മലപ്പുറം കൂരിയാട് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ ഭിത്തി തകർന്നു വീണു. സർവീസ് റോഡിലൂടെ പോവുകയായിരുന്ന വാഹനങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടു. തകർന്നത് നിർമ്മാണം അവസാന ഘട്ടത്തിലിരിക്കുന്ന റോഡ്. കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ ഗതാഗത തടസ്സം. മുല്ലപ്പെരിയാർ ഡാമിന് സമീപത്തെ മരം മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകി സുപ്രീം കോടതി. 3 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്രം തീരുമാനമെടുക്കണം. വള്ളക്കടവ് മുല്ലപ്പെരിയാർ റോഡ് കേരളം ഗതാഗത യോഗ്യമാക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യവും അംഗീകരിച്ചു. മാല മോഷ്ടിച്ചുവെന്നാരോപിച്ച് ദളിത് യുവതിക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത് ക്രൂര മാനസിക പീഡനം. 20 മണിക്കൂർ വെള്ളം പോലും കൊടുക്കാതെ ചോദ്യം ചെയ്യൽ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അപമാനിച്ചെന്നും യുവതി. പേരൂർക്കട SIക്ക് സസ്പെൻഷൻ. ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ചിട്ടില്ലെന്ന് ബെയിലിൻ ദാസ്. ചെയ്യാത്ത കുറ്റം ഞാൻ എന്തിനാ കേൾക്കുന്നത്? അതിന്റെ പുറകിൽ പ്രവർത്തിച്ചാരായാലും എല്ലാവരും പുറത്തു വരും. Including all the dignitaries. I won't leave anyone. What doubt on that? I have never done that. 4 ഉപാധികളോടെ ബെയിലിൻ ദാസിന് ജാമ്യം അനുവദിച്ച കോടതി. ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം തുടരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ വ്യക്തത തേടി സമിതി അംഗങ്ങൾ. പാകിസ്ഥാൻ സുവർണ ക്ഷേത്രവും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടെന്ന് സ്ഥിരീകരിച്ച കരസേന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. A case in point being the Golden Temple located in Amritsar, which is internationally renowned and a place of faith for everybody. It saw a surfeit of drone and missile attacks, which were thwarted bravely by our Army AD gunners. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായ്ക്കെതിരായ അന്വേഷണത്തിന് പ്രത്യേക സംഘം.